കാവ്യ, നമുക്ക് ഓരോ സെലിബ്രേഷൻസ് വരുമ്പോഴും അതിന്റെ ഒരു വൈബ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോഡ്വേയിൽ തന്നെ വരണം. ഇപ്പം ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പപ്പാഞ്ഞികളെ നമുക്ക് എവിടെ ഇങ്ങനെ നിരന്ന് കാണാം. അതുപോലെ തന്നെ ഓണം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ട സാമഗ്രികളൊക്കെ നമുക്ക് എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ ദിനമാണ്. അതെ അതെ, സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ 78 ആണോ 79 ആണോ ഇത്തവണ? അതിലൊരു കാര്യമുണ്ട്. ഈ 78 എന്ന് പറഞ്ഞാൽ 78ാം വാർഷികമാണ്. 79 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ദിനമാണ്. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ബ്രോഡ്വേ എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ? ഓക്കെ. കുറെ വെറൈറ്റി സംഭവങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഐറ്റങ്ങൾ കാണുന്നു. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫീലായി. ഒരു രാഷ്ട്രീയ നേതാവിനെ ആണോ? എന്നാ മറ്റേ കാലഘട്ടം ഇതിനകത്ത് മറ്റേ ഇത് കൂടെ വരണമല്ലോ അല്ലേ? ഒരു ഓറഞ്ച്, എക്സാക്റ്റ് ഓറഞ്ച് കളറാണ്. ഓക്കെ. അതുപോലെ തന്നെ ദേ ഇത് കണ്ടേ, തലയിലിടുന്നത്. തലയിലിടുന്ന ബാഗ്. എല്ലാം കൊള്ളാം അല്ലേ? ഓക്കെ ചേച്ചി, എനിക്ക് കാറിൽ വെക്കാൻ പറ്റിയ കാറിൽ വെക്കുന്ന കൊടിയില്ലേ? കാറിൽ വെക്കാൻ പറ്റിയത് നമുക്ക് 2 മോഡലുണ്ട്. ഒന്ന് ഇങ്ങനത്തെ മോഡലും പിന്നെ നമുക്ക് ഇതിങ്ങനെ വെക്കാം. ഇത് വില കൂടെ ഇതിനകത്ത് വാച്ചിന്റെ ഇതുണ്ട്. കറക്റ്റാണ്, നമ്മളത് ഇതാക്കി വെച്ചേക്കണേണ്. കറക്റ്റാണ്. ഇതിന്റെ റേറ്റ് എങ്ങനെയാ? 90 രൂപ വരും ഒരെണ്ണം. 90. അതെ, കാരണം സമയം അറിയാൻ പറ്റും. ഇത് ഇനിയിപ്പോ നമുക്ക് അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിലോ, ഡബിൾ സൈഡ് ടൈപ്പിലുള്ള സാധനമാണെങ്കിൽ നമുക്ക് കുറഞ്ഞതാണ് 50 രൂപ. 50 രൂപയ്ക്ക് വരും. ഇത് നോക്കി, ഇത് വാച്ച് പുതിയൊരു ഐറ്റം ഈ വർഷം വന്നേക്കാം. ഇത്തവണ വന്ന അല്ലേ? കഴിഞ്ഞ വർഷം ഇതൊന്നും ഉണ്ടായില്ല, വാച്ചിന്റെ. ഈ കാണുന്നതൊക്കെ തന്നെ ഉള്ളു. ഇത് പിന്നെ കയ്യിലിടണ ഈ ബുഷിന്റെ താഴെ ഇതിങ്ങനെ കിടക്കണതേ. സാധാരണ ഇങ്ങനെ ബുഷല്ലേ മാത്രം വരുള്ളൂ. അതായത് നമ്മള് കയ്യിലിട്ട് കഴിഞ്ഞാല് ഇതിങ്ങനെ കിടക്കും. ഓക്കെ, നല്ല കളർഫുൾ ആയിരിക്കും അല്ലേ? പിന്നെ ഓഫീസിലേക്കും വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. ഓഫീസിലേക്ക് ഇങ്ങനെ ഫ്ലാഗ് അത് തന്നെ കൊടി പിടിച്ചോണ്ടിരിക്കുമ്പോ അകത്തേക്ക് വരുന്നതും വെറൈറ്റി ഇൻഡിപെൻഡൻസ് ഡേയുടെ കളക്ഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ തൊപ്പി അത് കൊള്ളാം. ഇത് ഗംഭീരം. കറക്റ്റ് ആണോ നോക്കി? കറക്റ്റ്, ഒരു നല്ലൊരു ഇവിടെ ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ഡ്രസ്സാട്ടോ. കുട്ടികളായിരിക്കുമല്ലോ വാങ്ങിക്കാൻ വരുന്നത്. ഇതിന്റെ എന്താ സാരി ഉണ്ടെന്ന് പറയുന്നുണ്ട്. സാരി ഉണ്ടെന്ന്. നമ്മൾ അവിടെ കൊടിയും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇവിടെ ടീഷർട്ട് ഡ്രസ്സിലാണ് വെറൈറ്റി പിടിച്ചേക്കുന്നത്. എനിക്ക് സ്റ്റുഡൻസിനും ആയാലും ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ സാരി സാരി. ബ്രോഡ്വേ ആയതുകൊണ്ട് അതിൻ്റെതായ തിരക്കുണ്ട്. അതിനിടയിൽ കൂടെ നമ്മൾ നൈസായിട്ട് ഷൂട്ട് ചെയ്യണം. സാരി കാവ്യ, ഇത് എത്രയോ വർഷം മുമ്പുള്ളതെന്നറിയാം. കാരണം ഓരോ ഇൻഡിപെൻഡൻസ് ഡേക്കും ഇതെനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടം ഓർമ്മ വരുന്നത്. കാരണം അന്നൊക്കെ ഇതിങ്ങനെ വെച്ചിട്ട് ഹാറ്റ് പോലെ വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ പരേഡിനൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ സ്കൂൾ കാലഘട്ടം എന്ന് പറയുമ്പോൾ? സ്കൂളിൽ പിന്നെ ഉറപ്പായിട്ട് സ്കൂളിൽ ഞാൻ പ്രയർ ചെല്ലുന്ന ഞാനായിരുന്നു. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും അസംബ്ലിയിലും ജനഗണമനയൊക്കെ പാടുന്ന ഞാനാണ്. അപ്പം അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും എനിക്ക് മസ്റ്റായിട്ട് പോയേ പറ്റുള്ളൂ ജനഗണമന ചെല്ലാനും. അപ്പം ഞാൻ ഈ 10 വർഷവും പതാക ഉയർത്തുന്നത് ടീച്ചേഴ്സ്, അവിടുത്തെ പ്രധാന അധ്യാപകൻ പതാക ഉയർത്തുന്നത് ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പ്രധാന അധ്യാപകൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ് ആയിട്ടും പ്രധാനമന്ത്രിയാണ് എപ്പോഴും ഇൻഡിപെൻഡൻസ് ഡേക്ക്. അത് എന്തുകൊണ്ടാന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു കൗതുകം തോന്നിയിട്ട്. അപ്പം അതായത് 1947 നെഹ്റു ഈ പതാക ഉയർത്തുന്ന സമയത്ത് അന്ന് ഇന്ത്യ പ്രസിഡന്റിനെ ഒന്നും സെലക്ട് ചെയ്തിട്ടേ ഇല്ല. പിന്നീട് 1950 പ്രസിഡന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പ്രസിഡന്റിനും പതാക ഉയർത്താൻ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. അത് റിപ്പബ്ലിക് ഡേയിലാണ്. പക്ഷെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് ഉയർത്തുന്നത്. നെഹ്റു ഉയർത്തിയതിന്റെ ആ ഒരു പാരമ്പര്യമായിട്ട്
ഇന്നും തുടർന്നു പോകുന്നു. ഓക്കെ ഓക്കെ. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു രോമാഞ്ചം. യെസ്. ഏറ്റവും ഉയർത്തുന്ന ഫ്ലാഗ് എവിടെയാന്ന് അറിയുമോ? എന്ന് വെച്ചാല് ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും കൂടുതൽ ഉയരത്തിൽ ഇന്ത്യയിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്ന സ്ഥലം പിടിയില്ല. അത് വാഗാ ബോർഡറിലാണ്. വാഗാ ബോർഡർ. അതെ അതെ, 419 അടി ഉയരത്തിലാണ് നമ്മുടെ ത്രിവർണ്ണ പതാക അവിടെ പാറിപ്പറക്കുന്നത്. അതെ അതെ. എന്തായാലും നമ്മുടെ കാഴ്ചകള് തീരുന്നില്ല, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഫ്ലാഗിന്റെ പോലത്തെ തന്നെ സാരിയും ഉണ്ട്, കളേഴ്സ് വെച്ചിട്ട് ഫ്ലാഗിന്റെ. സ്റ്റുഡൻസ് കുട്ടികളാണോ ചേട്ടാ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത്? അല്ല, ഇത് ഓൾറെഡി ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ 7 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 7 ടീച്ചേഴ്സും ഒരേപോലെ വാങ്ങി. കൊള്ളാല്ലേ, നല്ല അടിപൊളി. ഇത് 6 മീറ്റർ തന്നെ വരുന്നതാണോ സാരിയുടെ പോലെ തന്നെ? 5.5 മീറ്റർ, 5.5. ഓക്കെ ഓക്കെ. ഓൾറെഡി നമ്മളുടെ എംബ്ലം ഉണ്ടാവില്ല, അതായത് ഇങ്ങനെ നമ്മുടെ ഇന്ത്യന്റെ ഒരു കൾച്ചറൽ ആ ഒരു ഇതിലുള്ള ലോഗോസ് ഉണ്ടാവും മാത്രം. എംബ്ലം ഉണ്ടാവും, എംബ്ലം ഉണ്ടാവും. ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇത് 380 നമ്മുടെ പ്രൈസ്. 380 ഹോൾസെയിൽ റേറ്റ് ആണ്. ഓഹോ. പിന്നെ അതുപോലെ തന്നെ ഷാള്, ഇതിപ്പോ നമ്മുടെ ചുരിദാറിന്റെ സെയിം ഷാളുകൾ അല്ലേ? ആ ചുരിദാറിന്റെ ഷാളില്ല, അതിന്റെ തന്നെ സെയിം. ഇതിന്റെ റേറ്റ് ഒക്കെ ഇത് 120ക്ക് വെക്കാൻ പറ്റിയ ആള് വന്നു. ഇത് തണുത്ത അല്ലേ? ഇത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഈ ഐറ്റം. അല്ല, ഇത് ഓൾറെഡി മറ്റേ രാജസ്ഥാൻ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉള്ള മോഡൽസ് ഉണ്ട്. ബ്രോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ആണോ? ആ നമ്മളിലും അതല്ല, വേറെ എവിടെയും കാണൂല. ഈ ക്യാപ്പിന്റെ റേറ്റ് എത്രയാ? ഇത് 180. വെൽവെറ്റിന്റെ വെൽവെറ്റ് ക്ലോത്ത് തന്നെ. ഇത് നമുക്ക് ഹോൾസെയിൽ ഒരു 10 ദൂരം എടുക്കുകയാണെങ്കിൽ പറയോ? ഇല്ല, ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉള്ളതും ഹെവി ക്വാണ്ടിറ്റി വരുന്നതും ചെറിയ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. എന്തായി കഴിഞ്ഞാൽ അതില് വ്യത്യാസം കാണും, ചെറിയ വ്യത്യാസം. പിന്നെ ടീഷർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കണ്ടല്ലോ നമ്മളല്ലേ? ടീഷർട്ട് ചെറുത് കിഡ്സ് മുതൽ അത്യാവശ്യം എല്ലാ സൈസ് ഉണ്ട്. എനിക്കുള്ള സൈസ് ഒക്കെ ഉണ്ടാവും. ബോൺ ബേബി മുതലുണ്ട്. ബോൺ ബേബി മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോയിട്ടല്ല, അതൊക്കെ ഇല്ലാത്ത ഫോട്ടോഷൂട്ടും അങ്ങനത്തെ ഒരു ട്രെൻഡ് ടൈമല്ലേ. മനസ്സിലായി. റീൽസ് ചെയ്യാനും സോഷ്യൽ മീഡിയയിൽ ഇടാനും. എല്ലാവരും സ്റ്റാറ്റസ് അല്ലേ. അതെ. എങ്ങനെയുണ്ട് മൂവിങ്? ഒരു 70% ഫിനിഷായി. എന്നെ സംബന്ധിച്ച് ഇരിക്കുന്നേ ഉള്ളൂ, ബോർഡും ഷോപ്പ് ഇല്ല. ഫിനിഷായി. എന്തായാലും ഫുള്ള് വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ബാഡ്ജുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പുതിയ ഡിസൈൻസാണ്. അതായത് മുന്നേ മെറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ മെറ്റലിൽ തന്നെ നമ്മുടെ മറ്റേ ഈ ബാഡ്ജും കൂടെ ചെയ്തു വരികയാണ്. ഏറ്റവും കൂടുതലും പോകുന്ന ക്യാപ്പ് എനിക്ക് തോന്നുന്നു സാന്ദ്രനത്തിൽ ഘോഷയാത്രയിൽ മിക്കവാറും എല്ലാം. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി റേറ്റ് കുറവായിട്ട് കൊടുക്കാൻ പറ്റിയ സാധനം. അതെത്ര വരുന്നത്? ഇത് വരുന്നത് നമ്മുടെ വില 10 രൂപ 50 പൈസ. 10 രൂപ 50 പൈസ. ഇതല്ലേ? അത് വെക്കാൻ പറ്റിയ ഒരാളെ ബാ. 10 രൂപ 50 പൈസ ഒരു പീസ്. 10 രൂപ 50 പൈസയേ ഉള്ളൂ ഹോൾസെയിൽ റേറ്റ്. ഇത് നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് വരുന്നത്? മാളിലുള്ള റേറ്റും നമുക്ക് ലോക്കലിൽ ഒരു സ്ഥലത്തും പോയി കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അവരുടേതായ ലൊക്കേഷൻ അനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഇപ്പൊ 10 രൂപ 50 പൈസ എന്നുള്ളത് ഹെവി ക്വാണ്ടിറ്റി ആകുമ്പോൾ 1000, 2000, 5000 പീസ് വരുമ്പോൾ ഓൾറെഡി നമ്മളും ചെറുതായിട്ട് ഡൗൺ ആവും. അപ്പോൾ ഇത്തവണയും നമ്മൾ ഒരുപാട് വെറൈറ്റീസുകളാണ് കണ്ടിട്ടുള്ളത് ബ്രോഡ്വേയിൽ. അതെ, എപ്പോഴും കാണുന്നതിനേലും അധികം വെറൈറ്റീസ് ഇത്തവണ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അതെ, അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് തന്നെ കാണണം. ബാൻഡുകളുണ്ട്, അതുപോലെ തന്നെ ബാഡ്ജുകളിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ സാന്ദ്രീനം ഒരുപാട് വൻ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ബ്രോഡ്വേ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇത്തവണത്തെ പ്രത്യേകത. എന്താണ് ഇത്തവണത്തെ ആക്ച്വലി പ്രത്യേകത? എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ? ഇത്തവണ 78ാം വാർഷികം എന്നതിനപ്പുറം ഓപ്പറേഷൻ സിന്ദൂരാണ് ഇത്തവണത്തെ. അത് നമ്മൾ പറയാൻ വിട്ടുപോയി. ആക്ച്വലി ഇത്തവണത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂരാണ്. അപ്പം എല്ലാവരും അഭിമാനത്തോടു കൂടി തന്നെ ആഘോഷിക്കുക ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം.
മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ.